ശബരിമല സന്നിധാനത്ത് ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നവർക്ക് യൂണിഫോം വിതരണം ചെയ്തു. അയ്യപ്പന്റെ ചിത്രം പതിച്ച കടും നീല നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചായിരുന്നു തിങ്കളാഴ്ച മുതൽ ഇവരുടെ പ്രവർത്തനം. സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നവർക്ക് യൂണിഫോം നൽകി. അയ്യപ്പന്റെ ചിത്രം പതിച്ച കടും നീല നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചായിരുന്നു തിങ്കളാഴ്ച മുതൽ ഇവർ തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് കൃത്യമായ രീതിയിൽ വെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ കടമയാണ്. വെള്ളം മാത്രമല്ല, ലഘുഭക്ഷണവും നിങ്ങളിലൂടെയാണ് വിശ്വാസികളിലേക്ക് എത്തുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് വെള്ളവും ഭക്ഷണവും എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെയാണ് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ യൂണിഫോം ഞങ്ങൾ തരുന്നത് അതൊരു അനുഗ്രഹമായി നിങ്ങൾ കാണണം. കാരണം ഇതിൽ യൂണിഫോമിൻ്റെ വിലയല്ല, ഇതിൽ അടിച്ചിരിക്കുന്നത് ഭഗവാന്റെ ചിത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. കേവലം 60-70 ദിവസത്തേക്കായിരിക്കും നിങ്ങളത് ഇടുന്നത്. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു നിയോഗമായി നിങ്ങൾ കാണണം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ B. മുരാരി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ്, ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് ശേഖർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ശ്യാമപ്രസാദ്, രാജേഷ് മോഹൻ, GP പ്രവീൺ, സുനിൽകുമാർ, T. രമണൻ എന്നിവർ പ്രസംഗിച്ചു. ഉരക്കുഴി മുതൽ അപ്പാച്ചിമേട് വരെയും സ്വാമി അയ്യപ്പൻ റോഡിൽ ചലന്മേട് വരെയും 67 കേന്ദ്രങ്ങളിൽ ഇവർ ചുക്കുവെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യും. 600ഓളം പേർ 3 ഷിഫ്റ്റായിട്ടാണ് ജോലി ചെയ്യുക. ന്യൂസ് ഡെസ്ക്, മീഡിയ ടുഡേ ന്യൂസ്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.